മോർണിംഗ് ടു ഓൾ. അപ്പോൾ എന്താണ് ബഡ്ജറ്ററി കൺട്രോൾ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എസെൻഷ്യൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഇനി നോക്കാൻ പോകുന്നത് സ്റ്റെപ്സ് ഇൻ ദ ഇൻസ്റ്റാളേഷൻ ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം എന്ന ടോപ്പിക്കാണ്. ഒരു ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് സെൻറ്റേഴ്സ്. റെസ്പോൺസിബിലിറ്റി ഡിഫൈൻ ചെയ്യാനും കോസ്റ്റ് കൺട്രോളിങ്ങിനുമായിട്ടാണ് ബഡ്ജറ്റ് സെൻറ്റർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത ഓർഗനൈസേഷൻ്റെ ഒരു പാർട്ടാണ് ബഡ്ജറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ICMA ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ബഡ്ജറ്റ് സെൻറ്റർ എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ICMA, ബഡ്ജറ്റ് സെൻറ്റർ ഈസ് എ സെക്ഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ ഓഫ് എൻ അണ്ടർടേക്കിംഗ് ഡിഫൈനിങ് ഫോർ ദ പർപ്പസ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്ററി കൺട്രോളിങ്ങിനായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ്റെ സെക്ഷനാണ് ബഡ്ജറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഓരോ ബഡ്ജറ്റ് സെൻറ്ററിനും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും എന്നൊക്കെയാണ് ഈ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ആഡ്വക്കേറ്റ് അക്കൗണ്ടിങ് പീരീഡ്സ്. ഒരു സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്യാനും അനലൈസ് ചെയ്യാനും കഴിയുന്ന തരത്തിലുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ആയിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബഡ്ജറ്റ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട്സുകളുടെ ഒരു ചാർട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. അതാണ് ഇവിടെ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ആഡ്വക്കേറ്റ് അക്കൗണ്ടിങ് പീരീഡ്സ് എന്ന ഈ ഒരു സ്റ്റെപ്പിൽ പറയുന്ന പോയിന്റ്. തേർഡ് സ്റ്റെപ്പാണ് ബഡ്ജറ്റ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ബഡ്ജറ്റ് കൺട്രോൾ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള ട്രെയിനിങ് എല്ലാ പേഴ്സണൽസിനും നൽകിയിരിക്കണം. അതുപോലെ തന്നെ ഓരോ പേഴ്സൺസിനും വേരിയസ് ആസ്പെക്ട്സിനെ കുറിച്ചും ബെനിഫിറ്റ്സിനെ കുറിച്ചും ഒക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ടാവണം. ബഡ്ജറ്റിൻ്റെ യൂട്ടിലിറ്റിനെ കുറിച്ചും പ്രിൻസിപ്പിളിനെ കുറിച്ചും ഒക്കെ എല്ലാ എംപ്ലോയീസിനും പ്രോപ്പറായിട്ടുള്ളൊരു അറിവ് ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഫോർത്ത് സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് ഓർഗനൈസേഷണൽ ചാർട്ട്. ബഡ്ജറ്ററി കൺട്രോളിനായി ഡിഫൈൻ ചെയ്ത ഒരു ഓർഗനൈസേഷണൽ ചാർട്ട് ഉണ്ടായിരിക്കണം. മാനേജ്മെൻറ്റ് ടീമിലെ ഓരോ മെമ്പേഴ്സിൻ്റെയും ഫങ്ഷൻസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഓർഗനൈസേഷൻ ചാർട്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഓരോ പേഴ്സൺസിനും അവരുടെ ഓർഗനൈസേഷനിലെ പൊസിഷൻസിനെ കുറിച്ചും മറ്റ് മെമ്പേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ അറിയാമെന്ന് എൻഷുർ ചെയ്തിട്ടുണ്ടാവണം. അതാണ് ഈ ഫോർത്ത് സ്റ്റെപ്പിൽ പറയുന്നത്. ഫിഫ്ത്ത് സ്റ്റെപ്പാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് കമ്മിറ്റി. സ്മോൾ കൺസേൺസിൽ ഒരു ബഡ്ജറ്റ് ഓഫീസറിനോ അക്കൗണ്ടൻറ്റിനോ ബഡ്ജറ്റ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട എല്ലാ വർക്ക്സും ചെയ്യാവുന്നതാണ്. ലാർജ് കൺസേൺസിൻ്റെ കാര്യത്തിൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനും മൊത്തത്തിലൊരു കൺട്രോളിങ് വരുത്തുന്നതിനുമായിട്ട് ഒരു ജനറൽ പ്രോഗ്രാം ഫോർമുലേറ്റ് ചെയ്യുന്നതിന് ഒരു ബഡ്ജറ്റ് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നു. അതാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ലാർജ് കൺസേൺസിൻ്റെ കാര്യത്തിൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മൊത്തത്തിലുള്ള ഒരു കൺട്രോളിങ് വരുത്തുന്നതിനൊക്കെ ആയിട്ട് ഒരു ജനറൽ പ്രോഗ്രാം ഫോർമുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു ബഡ്ജറ്റ് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഈ ബഡ്ജറ്റ് കമ്മിറ്റിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓർ മാനേജിംഗ് ഡയറക്ടർ, ബഡ്ജറ്റ് ഓഫീസേഴ്സ്, മാനേജേഴ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഈ ബഡ്ജറ്റ് കമ്മിറ്റി വേരിയസ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. എന്നുവെച്ചാൽ ബഡ്ജറ്റ് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു പ്രൊവൈഡ് ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ ടു ഹെൽപ്പ് ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ് ഇൻ ഫോർകാസ്റ്റിംഗ്, ടു അസിസ്റ്റ് ആൻഡ് അഡ്വൈസ് ദ പ്രിപ്പറേഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ budgets, to issue necessary instruction regarding budget requirement, to define general policies of management in relation to the budget, to fix the final date for the submission of functional budgets, to review budgets, to approve budgets, to prepare master budgets, to prepare budget summaries wherever necessary, to suggest remedial actions wherever needed. എന്ന് വെച്ചാൽ എന്തൊക്കെയാണിത്? ഇതിൻ്റെ ഫങ്ഷൻസ് ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സിന് ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റൽ ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള അസിസ്റ്റൻസും അഡ്വൈസും പ്രൊവൈഡ് ചെയ്യുന്നു. ബഡ്ജറ്റ് റിവ്യൂ ചെയ്യുന്നു, അപ്രൂവ് ചെയ്യുന്നു, നെസസറി ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതൊക്കെയാണ് ബഡ്ജറ്റ് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എന്നൊക്കെ പറയുന്നത്. സിക്സ്ത് പോയിൻ്റാണ് പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് മാനുവൽ. ബഡ്ജറ്റ് മാനുവലിന് ബഡ്ജറ്റ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബേസിക് ഡോക്യുമെൻ്റ് എന്നൊക്കെ പറയാവുന്നതാണ്.
റൊട്ടീൻസിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ റെസ്പോൺസിബിലിറ്റീസും ബഡ്ജറ്റ് കൺട്രോളിന് ആവശ്യമായ ഫോംസ് ആൻഡ് റെക്കോർഡ്സിനെ കുറിച്ചൊക്കെ ഈ ഡോക്യുമെൻറ്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി മാഗ്ന കാർട്ട ഓഫ് ദ ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്റ് മാനുവലിനെ മാഗ്ന കാർട്ടയായിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്താണ് ഈ മാഗ്ന കാർട്ട എന്ന് വെച്ചാൽ ഇത് കിങ് ജോൺ ഓഫ് ഇംഗ്ലണ്ട് എഗ്രി ചെയ്ത റോയൽ ചാർട്ട് ഓഫ് റൈറ്റ്സ് ആണ് മാഗ്ന കാർട്ട. നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാവുന്നതാണ്. അപ്പോൾ ഹിയർ പറയുന്നത് ഈ ബഡ്ജറ്റ് മാനുവൽ എന്ന് പറയുന്നത് ലൈക്ക് മാഗ്ന കാർട്ട പോലെ ഉള്ളൊരു ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റമാണ് എന്നൊക്കെയാണ് പറയുന്നത്. ബഡ്ജറ്റ് മാനുവൽ യൂഷ്വലി ലൂസ് ലീഫ് ഫോമിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലൂസ് ലീഫ് എന്ന് പറഞ്ഞാൽ ലൂസ് ലീഫ് ആ പേര് തന്നെ ഉണ്ടെന്ന് വെച്ചാൽ ഇത് ഈസി ആയിട്ട് ആൾട്ടർ ചെയ്യാൻ പറ്റും എന്നാണ് അതിൻ്റെ മീനിങ്. മാനുവൽ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെയും മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെയും റെസ്പോൺസിബിലിറ്റി ബഡ്ജറ്റ് ഓഫീസറിനാണ്. ഈ ബഡ്ജറ്റ് മാനുവലിൻ്റെ പ്രിപ്പയർ ചെയ്യുന്നതും അതിൻ്റെ മെയിൻ്റെനൻസ് ഇതിൻ്റെ മൊത്തം ഉത്തരവാദിത്തം ആർക്കാണ്? ബഡ്ജറ്റ് ഓഫീസറിനാണ് എന്നൊക്കെയാണ് ഈ സ്റ്റെപ്പിൽ പറയുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റ് മാനുവലിൽ യൂഷ്വലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒബ്ജക്ട്സ് ആൻഡ് പോളിസീസ് ഓഫ് കൺസേൺസ്, ഒബ്ജക്ട്സും പോളിസീസും ഉണ്ടാവും. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്, സിസ്റ്റത്തിൻ്റെ ഡിസ്ക്രിപ്ഷനും ഒബ്ജക്റ്റീവ്സും ഉണ്ടാവും. പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അഡോപ്റ്റ് ചെയ്ത പ്രൊസീജിയേഴ്സ്. ഡെഫിനിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ്. ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഫോംസ് ടു ബി യൂസ്ഡ്. സ്റ്റെപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്സ്. ദ അക്കൗണ്ട്സ് കോഡ് ഇൻ യൂസ്. ഡെഡ്ലൈൻ ഡേറ്റ് ബൈ വിച്ച് ഡാറ്റ ആർ ടു ബി സബ്മിറ്റഡ്. ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബഡ്ജറ്റ് കമ്മിറ്റി. ഇത്രയും കാര്യങ്ങൾ ബഡ്ജറ്റ് മാനുവലിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ബഡ്ജറ്റ് മാനുവൽ എന്ന ഈ സ്റ്റെപ്പിൽ പറയുന്നത്. 7th സ്റ്റെപ്പാണ് ഫിക്സേഷൻ ഓഫ് ബഡ്ജറ്റ് പീരീഡ്. ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ആൻഡ് എംപ്ലോയ്ഡ് ചെയ്യുന്ന ഒരു കാലയളവിനെയാണ് ബഡ്ജറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഒരു ബഡ്ജറ്റിനും കറക്റ്റായിട്ടുള്ള ഒരു പീരീഡ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ബഡ്ജറ്റ് പീരീഡ് വീക്ക്ലി ആവാം, മന്ത്ലി ആവാം, അല്ലെങ്കിൽ ക്വാർട്ടർലി ആവാം. ബഡ്ജറ്റ് പീരീഡ് ലോങ് ടേം ആണെങ്കിൽ അത് 3 to 5 years, 3 മുതൽ 5 വർഷം വരെ അത് എക്സ്റ്റെൻഡ് ആക്കാം. എക്സ്പാൻഷൻ, മോഡേണൈസേഷൻ, ഡിവേഴ്സിഫിക്കേഷൻ ഒക്കെ എല്ലാത്തിനും ഇത് സ്യൂട്ടബിൾ ആണ്. ബഡ്ജറ്റിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബഡ്ജറ്റ് പീരീഡ്. അതാണ് ഫിക്സേഷൻ ഓഫ് ബഡ്ജറ്റ് പീരീഡ് എന്ന ഈ സ്റ്റെപ്പിൽ പറയുന്നത്. 8th പോയിൻ്റാണ് ഡെറ്റർമിനേഷൻ ഓഫ് കീ ഫാക്ടർ. ഒരു ബഡ്ജറ്റ് പ്രിപ്പറേഷനിൽ അതിൻ്റെ ഒരു കീ ഫാക്ടർ കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടാവണം. ഒരു അണ്ടർടേക്കിങ്സിൻ്റെ ആക്ടിവിറ്റീസിനെ ലിമിറ്റ് ചെയ്യുന്ന ഒന്നാണ് കീ ഫാക്ടർ എന്ന് പറയുന്നത്. എല്ലാ ബഡ്ജറ്റിനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കീ ഫാക്ടർ. നമ്മൾ കേട്ടില്ല കീ ഫാക്ടർ, ഓരോന്നിൻ്റെയും കീ ഫാക്ടർ. പ്രധാനപ്പെട്ട ഒരു ബഡ്ജറ്റിൻ്റെ പ്രിപ്പറേഷനിൽ അതിൻ്റെ കീ ഫാക്ടറും കൂടി കൺസിഡർ ചെയ്യണം. അത് നെസസറി ആണ്. കീ ഫാക്ടറുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റ് മറ്റ് ബഡ്ജറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രിപ്പയർ ചെയ്യുന്നു. ഈ കീ ഫാക്ടറിൽ ദ കീ ഫാക്ടർ മേ ബി സെയിൽസ്, റോ മെറ്റീരിയൽസ്, ലേബർ, മെഷീനറീസ് എക്സ്ട്രാ. ബട്ട് അതിൽ സെയിൽസ് ഇൻഡസ്ട്രീസിന് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കീ ഫാക്ടറാണ് ഈ സെയിൽസ്. ഇത്രയും പറഞ്ഞാൽ സെയിൽസ് മാത്രം, ഇൻഡസ്ട്രീസിൻ്റെ കാര്യത്തിൽ സെയിൽസ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കീ ഫാക്ടറാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അണ്ടർടേക്കിങ്സിൻ്റെ ആക്ടിവിറ്റീസിനെ ലിമിറ്റ് ചെയ്യുന്ന ഒന്നാണ് കീ ഫാക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ലിമിറ്റിംഗ് എന്നും ഗവേണിംഗ് പ്രിൻസിപ്പിൾസ് ബഡ്ജറ്റ് ഫാക്ടർ എന്നൊക്കെ ഇതറിയപ്പെടുന്നു. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ലിമിറ്റിംഗ്, ഗവേണിംഗ് ഓർ പ്രിൻസിപ്പിൾസ് ബഡ്ജറ്റ് ഫാക്ടർ. ഇൻസ്റ്റാളേഷൻ ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡെറ്റർമിനേഷൻ ഓഫ് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ബിസിനസ്സിൻ്റെ നോർമൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രസൻറ്റ് കണ്ടീഷനിൽ കമ്പനി അച്ചീവ് ചെയ്യും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവലാണ് നോർമൽ ലെവൽ. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ, പ്രസൻറ്റ് കണ്ടീഷനിൽ കമ്പനി അച്ചീവ് ചെയ്യുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവലാണ് നോർമൽ ലെവൽ. നോർമൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ എസെൻഷ്യലാണ്. ബിക്കോസ് ഇറ്റ് ഡിസൈഡ് ദ മെറ്റീരിയൽസ് ആൻഡ് ലേബർ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം നോക്കിയത് സ്റ്റെപ്സ് ഇൻ ഇൻസ്റ്റാളേഷൻ ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം. ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കിയത്. ഫസ്റ്റ് വൺ നോക്കിയത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് സെൻറ്റർ. പിന്നെ നോക്കിയത് സെക്കൻഡ് സ്റ്റെപ്പ് ഇൻട്രൊഡക്ഷൻ ഓഫ് ആഡ്വക്കേറ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. തേർഡ് സ്റ്റെപ്പ് ബഡ്ജറ്റ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ഫോർത്ത് പ്രിപ്പറേഷൻ ഓഫ് ഓർഗനൈസേഷണൽ ചാർട്ട്. ഫിഫ്ത്ത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് കമ്മിറ്റി.
സിക്സ്ത് പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് മാനുവൽ. സെവൻത്ത് ഫിക്സാക്ഷൻ ഓഫ് ബഡ്ജറ്റ് പീരീഡ്. എയ്ത്ത് ഡെറ്റർമിനേഷൻ ഓഫ് കീ ഫാക്ടർ. 9 ഡെറ്റർമിനേഷൻ ഓഫ് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി. നമ്മൾ ഇത്രയും സ്റ്റെപ്സാണ് നോക്കിയത്. അപ്പോൾ ഒരു ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്സ് അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കിയത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.